മലയാള ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല തമിഴ് സിനിമാ രംഗത്തും തന്റെ വ്യക്തിമുദ്ര തെളിയിച്ച നടനാണ് വിനായകൻ. തന്റെ വൈവിധ്യമാർന്ന കഴിവുകൾക്ക് പേരുകേട്ട അദ്ദേഹം വൈവിധ്യമാർന്ന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കഥാപാത്രങ്ങളിൽ നിന്ന് വലിയ കഥാപാത്രങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെയാണ് വിനായകന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. ബാലൻ എന്ന ഗുണ്ടയുടെ വേഷം അതിഗംഭീരമായി അദ്ദേഹം അഭിനയിച്ച് പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ മികച്ച പ്രകടനത്തിലൂടെ തന്റെ കഴിവാണ് അദ്ദേഹം തെളിയിച്ചത്. കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡ് തുടങ്ങിയവ വിനായകന് ലഭിച്ചിട്ടുണ്ട്. വിനായകന്റെ ശ്രദ്ധേയമായ അഭിനയം അദ്ദേഹത്തിന്റെ കഴിവും അർപ്പണബോധവും അഭിനിവേശവും പ്രകടമാക്കുന്നു. കിസ്മത്ത്, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ജയിലർ തുടങ്ങിയ ചിത്രങ്ങളിൽ തന്റേതായ രീതിയിലുള്ള അത്യുഗ്രൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നെൽസൺ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ജയിലർ. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ വില്ലനായി തകർത്തഭിനയിച്ചിരിക്കുകയാണ് വിനായകൻ ഇതിൽ. അർജുൻ വർമ്മ എന്ന കഥാപാത്രമായാണ് വിനായകൻ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്. നടനെന്ന നിലയിൽ വിനായകന്റെ വൈവിധ്യമാർന്ന കഴിവ് പ്രകടമാക്കുന്ന സങ്കീർണവും പരുക്കനും ഭയപ്പെടുത്തുന്നതുമായ കഥാപാത്രമാണ് വർമ്മ. ജയിലിനുള്ളിലെ ഒരു സംഘത്തലവൻ കൂടിയായ ഒരു തടവുകാരന്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ജയിലർ എന്ന ചിത്രത്തിലെ വർമ്മ എന്ന വിനായകന്റെ പ്രകടനം സങ്കീർണമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിവുള്ള നടനെന്ന ഖ്യാതി ഉറപ്പിച്ചതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിനായകനെ അഭിമുഖങ്ങളിലോ മീഡിയകളിലോ കാണാനില്ലായിരുന്നു. തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. സാധാരണ അഭിനേതാക്കളോട് ഇതേ ചോദ്യം ചോദിച്ചാൽ അവർ പറയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവരുടെ പേരുകളായിരിക്കും. എന്നാൽ വിനായകന്റെ ഇഷ്ടതാരങ്ങൾ ആരൊക്കെയാണെന്ന് കേട്ടാൽ പ്രേക്ഷകർക്ക് തന്നെ അത്ഭുതം തോന്നും. മാമുക്കോയ, ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ, നെടുമുടി വേണു എന്നിവരുടെ പേരുകളാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാസ്യതാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഹാസ്യനടൻ എന്ന പദത്തെ വിനായകൻ നിരസിച്ചു. എനിക്കത് ഇഷ്ടമല്ല. എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാവരും അഭിനേതാക്കളല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാസ്യനടനെന്നും മിമിക്രിക്കാരെന്നും ഉപയോഗിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാസ്യനടൻ എന്ന പ്രയോഗം എനിക്ക് ഇഷ്ടമല്ല. അത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും. ഹാസ്യനടൻ എന്നതിന്റെ അർത്ഥമെന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിനേതാക്കളല്ലേ എല്ലാവരും? ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനേതാക്കൾ ആരാണെന്ന് ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ് മാമുക്കോയ സാർ. വേറെയും ആളുകളുണ്ട്. ശങ്കരാടി സാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, തിലകൻ സാർ, നെടുമുടി വേണുചേട്ടൻ തുടങ്ങിയവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇവരൊന്നും ഹാസ്യനടന്മാർ അല്ല കേട്ടോ. ഹാസ്യനടനെന്നും മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊന്നും പറയരുത്. അങ്ങനെ ഉപയോഗിക്കാനും പാടില്ല. ആക്ടേഴ്സ് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ എന്നു വേണം പറയാൻ, വിനായകൻ പറഞ്ഞു. വിനായകനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തെക്ക് വടക്ക് എന്ന മലയാള ചിത്രമാണ് വിനായകന്റെ പ്രതീക്ഷയുള്ള ചിത്രം. ജീവിതത്തെ വെല്ലുവിളികളെ അതിജീവിക്കുന്ന സങ്കീർണമായ കഥാപാത്രമായ എഞ്ചിനീയർ മാധവനായിട്ടാണ് ഇതിൽ വിനായകൻ എത്തുന്നത്. സുരാജ് എത്തുന്നത് അരിമില്ലുടമയായ ശങ്കുണ്ണിയായാണ്. ഇരു കഥാപാത്രങ്ങളും തമ്മിലുള്ള 30 വർഷത്തെ വൈരാഗ്യത്തെക്കുറിച്ചാണ് തെക്ക് വടക്ക് എന്ന സിനിമ പറയുന്നത്.